തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. BSc സൈക്കോളജി സ്റ്റുഡൻ്റായ ആൽവിൻ ജോൺ പ്രകാശ്. ആൽവിനെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആൽവിൻ. സിസ്റ്റർ, ഈ അഡിക്ഷൻ എന്നുള്ള വാക്ക് ഇന്ന് വളരെ സുലഭമാണ്. പണ്ട് നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്ഷൻ അല്ലെങ്കിൽ അതിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അയാളുടെ വികാരങ്ങൾ, അയാളുടെ ചിന്ത, ഇതിനോടെല്ലാം ആ ആൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പറയാം, ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രധാന പ്രശ്നമെന്ന് പുറത്തു വരുന്നൊരു കാര്യം മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. അതെങ്ങനെയാണ് ഈ കുടുംബത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ശരിക്കും നമ്മൾ ഈ ഒരു പോളി സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മൾ പറയും. അതായത് പണ്ടൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മദ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ലഹരി വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ മാറി മാറി അതിൻ്റെ തീവ്രതയിൽ ഉപയോഗിക്കുകയും അതിൽ അഡിക്ഷൻ വരികയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഒരു മദ്യത്തിനായ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുമായിരുന്നു പലതരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ. ഇന്ന് ടെസ്റ്റുകളെ പോലും അതിലംഘിക്കുന്ന രീതിയിലുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിലേക്ക് അങ്ങനെ ഒരു കടന്നാക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പോളി സബ്സ്റ്റൻസ് മാത്രമല്ല, ഇന്ന് പല മൊബൈൽ പോലെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളുടെ അഡിക്ഷൻ വരുന്നുണ്ട്, ഗെയിമുകളുടെ അഡിക്ഷൻ വരുന്നുണ്ട്, പലതരത്തിലുള്ള വീഡിയോകളുടെ അഡിക്ഷൻ വരുന്നുണ്ട്. അപ്പം ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ഒരാളുടെ ഒരു പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്നതും അയാളുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു വികസനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുമായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൈ പ്രോഡക്റ്റ്, അവരിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ഒരു സൗകര്യപ്രദമല്ലാത്ത അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമല്ലാത്ത ഒരു കാര്യത്തിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവനും പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അഡിക്ഷൻ ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇൻഡിവിജ്വലായിട്ടും വ്യക്തിപരമായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും അത് ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് അതൊരു മാനസിക ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ കൂടത്തെ യങ്സ്റ്ററായിട്ടുള്ള ആൽവിനുണ്ട്. അപ്പോൾ ആൽവിന് തോന്നുന്നില്ലേ ഈ ഒരു അഡിക്ഷൻ ഇപ്പോൾ ഒരു 70s 80s പറഞ്ഞുകൊണ്ടിരുന്ന അഡിക്ഷൻ അല്ല ഇന്നത്തെ അഡിക്ഷൻ, അന്ന് ഉണ്ടായിരുന്ന പ്രത്യാഘാതങ്ങളല്ല ഇന്നുണ്ടാകുന്നത്. നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ഒരു പ്രത്യാഘാതം എങ്ങനെയാ നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ തോന്നുന്നത്? ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ അഡിക്ഷൻ എന്ന വാക്ക് തന്നെ എനിക്കൊരു റോങ് സെൻസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷനെ വേണ്ടിയിട്ട് ഈ അഡിക്ഷനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു, ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു റാറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു റാറ്റിൻ്റെ കേജിൽ 2 ടബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ വെള്ളവും മറ്റൊന്നിൽ കൊക്കെയിൻ കലർത്തിയ വെള്ളവും. അപ്പോൾ നോക്കിയപ്പോൾ ആ റാറ്റ് കണ്ടിന്യൂസ്ലി ആ കൊക്കെയിൻ കലർത്തിയ വെള്ളമാണ് കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഓവർഡോസ് ആയിട്ട് ആ റാറ്റ് മരിച്ചുപോയി. അങ്ങനെയാണ് ഈ അഡിക്ഷൻ എന്നൊരു വാക്ക് വന്നത്. പക്ഷേ ഇതിനെ തിരുത്തിക്കൊണ്ട് പ്രൊഫസർ അലക്സാണ്ടർ 1970s വേറൊരു എക്സ്പെരിമെൻറ്റ് നടത്തി. അതായത് ഈ റാറ്റ് നമ്മൾ കാണുന്ന ഒരു കേജിലാണ്, ആ റാറ്റിന് ചെയ്യാൻ ഒന്നുമില്ല. അതേ സമയത്ത് ഈ പ്രൊഫസർ അലക്സാണ്ടർ ഈ കേജ് വലുതാക്കി കേജിൽ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പിന്നിങ് വീല്, ഒരു റാറ്റ് പാർക്ക് തന്നെ ഉണ്ടാക്കി, ഒരു എൻവിറോൺമെൻറ്റ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ റാറ്റിന് അവിടെ ഓടാനും ചാടാനും കളിക്കാനും കുറേ സ്പേസ് കിട്ടി.
ഇങ്ങനൊരു സ്പേസിൽ ആ റാറ്റിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയപ്പോൾ കൂടുതലും വെള്ളമാണ് കുടിച്ചത്. ഓവർ ഡോസിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ബോണ്ടിങ് എന്ന് പറയാൻ സാധിക്കും. അതായത് നമ്മൾക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടുന്നില്ല. അതൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ തേടിപ്പോകുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു മാർഗം. സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഓക്കെ. അതേ സമയത്ത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബോണ്ടിങ്, ഈ അഡിക്ഷൻ എന്നുള്ളത് നമുക്ക് കണക്ഷൻ ആക്കി മാറ്റാൻ സാധിക്കും. യാ, വെരി ഗുഡ്. ഒരു വലിയൊരു റിയാലിറ്റിയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം, നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഈ സബ്സ്റ്റൻസ് ആണെങ്കിലും നമുക്കൊരു പ്ലഷർ തരുന്ന കാര്യങ്ങൾ ഏത് വന്നാലും ആ പ്ലഷർ തരുന്ന കാര്യങ്ങൾ പിന്നീടും പിന്നീടും അതിങ്ങനെ നമുക്ക് ചെറിയ രീതിയിൽ ലൈറ്റനിങ് ആയിട്ട് ഇങ്ങനെ ഒരു പ്ലഷർ തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാനുള്ള പ്രവണത കൂടും. അപ്പോൾ നമ്മൾ പറയുന്ന ഈ സബ്സ്റ്റൻസുകൾക്കെല്ലാം ഇതേപോലെ നമ്മൾക്ക് ചെറിയൊരു സന്തോഷം, ഒരു സംതൃപ്തി അത് തരാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലഷറാണ്. പക്ഷേ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഈ പ്ലഷർ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഈ പ്ലഷർ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ന്യൂറോളജിക്കലായിട്ട് അതിനോടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞു, സൈക്കോളജിക്കലായിട്ടും ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ വേറെ ഒന്നിലും സന്തോഷിക്കാനില്ല, വേറെ ആരും അവിടെ ഇല്ല, എന്നോട് കൂട്ടുചേരാനായിട്ട് എൻ്റെ ആ ഒരു വേവലെന്തിൽ ഒന്നുമില്ലാന്ന് കണ്ടു കഴിയുമ്പോൾ മനുഷ്യനല്ലേ, മനുഷ്യന് പ്ലഷർ വേണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ മനുഷ്യൻ പ്ലഷറിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കണക്ഷന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോഴാണ് ഇതുപോലെയുള്ള ചില അപകടകരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിലേക്ക് വരുന്നു, ഈ ആൽവിൻ പറഞ്ഞ പോലെ അതിനോടൊരു ബോണ്ടിങ് വരുന്നു, ആ ഒരു കണക്ഷൻ പിന്നീട് നമ്മുടെ ഡിസ്ട്രക്ഷനിലേക്ക് മെയിൻ കൊണ്ടുവരും. ഇപ്പൊ പറയാവുന്ന ഒരു കാര്യം മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതിൽ പറയുന്ന ഒരു ഉദാഹരണം ആവാം അല്ലെ? ഓക്കെ, എനിക്ക് തോന്നുന്നു മൊബൈൽ അഡിക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മൊബൈലിനോട് ഉള്ള അമിതമായിട്ടുള്ള ഒരു ആവേശത്തെക്കുറിച്ചൊക്കെ ആൽവിന് തന്നെ പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജീസ് എവർ ഇവോൾവിങ്, പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ പോലും പണ്ട് ലോങ് കണ്ടന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഷോർട്ട് കണ്ടന്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ലോങ് കണ്ടന്റിന് വ്യൂവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ഡേ ബൈ ഡേ. ഷോർട്ട് കണ്ടന്റിനാണ് കൂടുതലും വ്യൂവേഴ്സ് ഉള്ളത്. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഈ ഓഡിയൻസിനും പെട്ടെന്ന് പ്ലഷർ വരുന്ന, ഇല്ലെങ്കിൽ അവർക്ക് ഡോപ്പമൈൻ കിക്ക് വരുന്ന കാര്യങ്ങളാണ് അവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം അവർ യൂട്യൂബിലെ വീഡിയോസ്, സിനിമാസ് കാണാൻ അവർ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ഹാപ്പിനെസ് വരാൻ, അവർക്കൊരു എസ്കേപ്പിസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോർട്ട് കണ്ടന്റിൽ വേഗം ഡോപ്പമിൻ ഹിറ്റ് വരും. അപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്തത് നോക്കും, അടുത്ത് കഴിഞ്ഞ് അടുത്തത് നോക്കും. അത് നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ വിരൽ പോലും നമ്മളെ അനുസരിക്കാതെ റീൽസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ സ്ഥിരമായിട്ടൊരു മൂവി തന്നെ ഒരു ഇത്രയും സമയം ഇരുന്ന് കാണാൻ ഇപ്പോൾ സാധിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ വീടുകളിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ മുതിർന്നവരൊരു മൂവി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഒരു ഡിലേഡ് ആയിട്ട്, ഓക്കെ, ഒരു മൂവി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ പറയണ ടി വി വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, അതെനിക്ക് യൂട്യൂബിൽ കാണാൻ ഓടിച്ച് അതിൻ്റെ ക്ലൈമാക്സ് കണ്ട് അത് നിർത്തും. ഇതിൻ്റെ തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ കാണുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പുറത്ത് പോയി ഗെയിംസ് കളിക്കാൻ താല്പര്യമില്ല, കാരണം അതൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അവരെ പ്ലഷറൈസ് ചെയ്യുന്ന കാര്യങ്ങളോടാണ് താല്പര്യം. അങ്ങനെ അവർക്ക് പെട്ടെന്ന് പ്ലഷറൈസ് തരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സിലേക്ക് അവർ കൂടുതലും വീണു പോകാനുള്ള കാരണവും ഈ ഫോണിലൂടെ അവർക്ക് വരുന്ന ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ട്രെൻഡ്, ആ ഒരു സൈക്കിൾ അവർ വല്ലാതെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ എൻവിറോൺമെൻറ്റ് പോലും നോക്കുകയാണെങ്കിൽ പേരൻസിൻ്റെ എൻവിറോൺമെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളുടെ എൻവിറോൺമെൻറ്റിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിമുലസ് വരുന്നുണ്ട്. ആ സ്റ്റിമുലസിനെ ഒന്നും കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല, സ്ട്രെസ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേഗം തന്നെ ഒരു എസ്കേപ്പിസം എന്നുള്ളത് കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഡ്രഗ്സിനെയാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതികൾ, കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ
പല കാര്യങ്ങളാണ് വരുന്നത്. അക്കാഡമിക്കൽ, നോൺ അക്കാഡമിക്കൽ, എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളെല്ലാം കൂടി വരുന്നു. ആ ഒരു പ്രഷർ, അതുപോലെ തന്നെയാണ് മത്സരബുദ്ധി. കോമ്പറ്റീറ്റീവ് വേൾഡിലാണ്. ആ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഇവൻ കയറി ചെല്ലേണ്ട, അല്ലെങ്കിൽ അവൻ പിടിച്ചെടുക്കേണ്ട ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യമാണ്. അവിടെ കിടമത്സരം നടക്കുന്നത്. അപ്പം അവിടേക്ക് അവന് കയറി ചെല്ലണം. അപ്പം ഈ സ്ട്രെസ് ലെവൽ കൂടുന്നതനുസരിച്ച് അതിനൊരു കോപ്പിംഗ് മെക്കാനിസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആനുപാതികമായിട്ട് കിട്ടാതെ പോകുന്നു. അത് ഈ അഡിക്ഷനിലേക്ക് പോകാനായിട്ട് ഒത്തിരി കാരണമാകുന്നു എന്നുള്ളതും സ്റ്റഡീസ് കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ആ സംതൃപ്തി, അത് മാത്രം മതി. അതിൻ്റെ അകത്തൊരു കോൺസ്റ്റന്റ് എലമെന്റ് അതിൻ്റെ അകത്ത് വരുന്നില്ല. അതാണ് വരുന്നത്. അതോടൊപ്പം തന്നെ തീർത്തും പറയാവുന്ന ഒരു കാര്യമാണ് ലോലിനെസ്, അല്ലേ? ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിലും കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പം ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ, അതും ഒരു തരം അഡിക്ഷൻ തന്നെയാണ്. ടോക്സിക് റിലേഷൻഷിപ്പിൽ ആയി അതിൻ്റെ ചില ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ വലിയ പ്രശ്നങ്ങളായി ലീഗൽ ഇഷ്യൂസ് വരെയൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് പോയത്. അപ്പം നോക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് പഠിത്തത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ പിന്നോട്ട് പോകുന്നു. അപ്പം എനിക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബേർഡൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ചെന്ന് പെടാൻ പറ്റിയത് ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായിപ്പോയി. ആ ഒരു റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ പോലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പറ്റുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള പ്രത്യേകിച്ച് സെക്ഷൽ ആക്ടിവിറ്റികളിലേക്ക് പോകുന്നു, അൺപ്രൊട്ടക്റ്റഡ് സെക്സിലേക്ക് പോകുന്നു, അത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇതേപോലെ ഒരു പ്രശ്ന സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ലോലിനെസ് ആണ്. അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന ആ ലോകത്ത് മത്സരിച്ച് അവന് ജയിക്കാൻ പറ്റുന്നില്ല, അവന് സന്തോഷം കിട്ടുന്നില്ല. സെറട്ടോണിൻ, ഡോപ്പാമൈൻ പോലെയുള്ള ഈ ന്യൂറോ കെമിക്കലുകളുടെ ആ ഒരു ഇംബാലൻസിങ് അവനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിനോട് ചേർന്ന് പോകുന്ന, അതായത് ഒരു അഡിക്ഷൻ ബിഹേവിയറിൽ ഉണ്ടാകാവുന്ന ഒരു വ്യക്തിഗതവും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. സിസ്റ്റർ, ഇത് പറഞ്ഞപ്പോഴാണ് ഈ മയക്കുമരുന്ന്, മദ്യത്തിനൊക്കെ അടിമയാകുന്ന പാരൻസ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന ചില ഗാർഹിക പീഡനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഈ കുട്ടികളെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു തോതിൽ. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ അഡോളസെന്റ് ആൻഡ് യങ് യൂത്ത് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ പാരൻസ് കാണിച്ച, അല്ലെങ്കിൽ അവരുടെ പാരൻസിലുണ്ടായ ഇതേപോലെ ഗാർഹിക തലത്തിലുണ്ടായ സങ്കീർണതകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇതിനു മുൻപേ നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും വ്യവസ്ഥിതിയിൽ നിന്നെല്ലാം മാറി അണുകുടുംബത്തിലേക്ക് വരുന്നു. അണുകുടുംബം എന്ന് നമുക്കൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് സോക്കോൾഡ് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വെൽവിഷേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ നോക്കുന്നവരുടെ എണ്ണം കുറയുന്നു. ഇത് ഫാമിലിയെ ചെറിയൊരു ചട്ടക്കൂടിലേക്കാക്കുന്നു. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചിലർ ഉപദ്രവകരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അത് നെക്സ്റ്റ് തലമുറയെ ബാധിച്ചു. ആ ബാധിക്കപ്പെട്ട തലമുറ ഇന്നിപ്പോൾ ഒരു നമ്മൾ പറയണ ഒരു ജെൻസി, ആ ഒരു ജനറേഷനിൽ വന്ന് നിൽക്കുവാണ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തരത്തിലുള്ള പ്രോആക്റ്റീവ്, അല്ലെങ്കിൽ അതിന് മുൻപേ ചെയ്തിരുന്ന ഒരു കാര്യം ഗാർഹിക പീഡനത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിലുണ്ട്. കാരണം ഈ ഗാർഹിക പീഡനങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ വെറുതെ തല്ല്, അടി, അല്ലെങ്കിൽ അവർക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു, അത് മാത്രമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് സൈക്കോളജിക്കലായിട്ട്, ഇമോഷണലി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷനെ തൊടുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പറയും ഒരു കുഞ്ഞ്, അതൊരു 2 വയസ്സല്ലേ ഉള്ളൂ, അല്ലെ 3 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, ഈ കുട്ടി എന്തറിയാനാ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു
കപ്പിളിൻ്റെ പ്രശ്നം ഇതേപോലെ ഇടവിട്ട് വന്നപ്പോഴത്തേക്കും അവർ അപ്പോൾ അവരുടെ ഒരു CC ക്യാമറ ദൃശ്യം എന്നെ കാണിച്ചതാണ്. അപ്പനും അമ്മയും തമ്മിൽ നല്ല വഴക്കാണ്. അവിടെ വേറെ ആരുമില്ല. 4 വയസ്സുള്ളൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛൻ്റെ അടുക്കലേക്ക് ഇതായിട്ട് ചെല്ലുന്നു, അച്ഛൻ ഇതായിട്ട്. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ഏതോ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുക. കുട്ടി കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ നിന്ന് കുഞ്ഞ് എഴുന്നേറ്റ് വേഗം വന്ന് അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന രൂപക്കൂടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുന്നു. 4 വയസ്സേ ഉള്ളൂ. സോ ശരിക്കും ഞാൻ പറയാം, അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയും കണ്ണ് നനയിപ്പിക്കും. അപ്പോൾ അത്രമാത്രം കുട്ടികൾ ഈ കാര്യങ്ങൾ സെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ആ ഒരു സമയത്ത് പോയിരിക്കാൻ ചിലപ്പം അതിന് കാരണമായത് ആ കുട്ടി കുറച്ച് നാളുകൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നൊരു ശീലം, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ആ രൂപത്തിലുണ്ട് എന്നെവിടെയോ കുഞ്ഞിന് മനസ്സിലായി. അതുകൊണ്ട് ആ കുഞ്ഞ് ഓടിപ്പോയി. പക്ഷേ ഇന്ന് ചിലപ്പോൾ പല മാതാപിതാക്കൾക്കും എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവമുണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നോ എന്ന ബോധ്യമില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിന്നെല്ലാം മാറി അയഥാർത്ഥമായിട്ടുള്ള, അതായത് നമ്മൾ പറയണേ ഇല്ലാത്തൊരു ലോകത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ മായാജാലം നിറയുന്നൊരു ലോകത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പം അതെവിടേക്ക് ചെന്ന് പെടുന്നു? അത് ഈ പലതരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക്, പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗത്തിലേക്ക് അവരെ തള്ളിയിടുകയാണ്. ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഇവരായിരിക്കല്ലേ, അതായത് പെട്ടെന്നുള്ളൊരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക അവർക്കായിരിക്കും. ഇവരാണ് പുറത്തുനിന്ന് അതിനുള്ള പോംവഴികൾ അന്വേഷിച്ച് നടക്കുന്നതും. അപ്പം ഇങ്ങനെയുള്ളൊരു വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നുന്നു ആൽവിൻ അത് പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ വീട്ടിൽ ഒരു വഴക്കോ തല്ലോ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻസിന് ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ഒരു കൊച്ചിന് അവിടെ നിന്നുകൊണ്ടുണ്ടാവുന്നുണ്ട്. പലപ്പോഴും അൺനോട്ടീസബിൾ ആയി പോവാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരോട് സഹായം ചോദിക്കണമെന്ന് പോലും അറിയാതെ ആ കുട്ടി അവനെ തന്നെ സെൽഫ് ഹീൽ ചെയ്യാൻ നോക്കുവാണ്. ഈ സെൽഫ് ഹീൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവനെ തന്നെ മറന്ന് അവനൊരു വിഷമമാണോ അതോ സങ്കടമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അവിടെ ഒരു കോർണറിൽ പോയി ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതിന് ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവന് എനർജി ഉണ്ടാവില്ല, അവന് സന്തോഷം ഉണ്ടാവില്ല. അവൻ കുട്ടികളോട് മിണ്ടുമ്പോൾ പോലും അവനൊരു മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം അവന് കിട്ടുന്നില്ലാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പേരൻസ് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കുട്ടികൾ കാണാതെ വേറെ റൂമിൽ പോയിട്ട് ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് പിന്നെയും മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞത് അതിൻ്റെ അകത്തൊരു വേറൊരു തലം കൂടിയുണ്ട്. അതായത് വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ളൊരു തിക്താനുഭവം അനുഭവിച്ച് ആരോടും പറയാനില്ലാതെ ഈ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് ചെന്ന് കോർണറിലേക്ക് മാറിയിരിക്കുമ്പോൾ അവനെ ഈ മെയിൻ സ്ട്രീമിലുള്ളവരെല്ലാവരും തഴയും. ഇവൻ ടീച്ചേഴ്സും പറയും അവനിന്ന് ശ്രദ്ധിക്കുന്നില്ല, പോയിരിക്കുന്നു. പക്ഷേ ഇവനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടരുണ്ട്. നീ എന്താ വിഷമിച്ചിരിക്കുവാണോ, നീ വാടാ, നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം. കാരണം ഈ മാറ്റാനായിട്ട് വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരിതേപോലെ കുറേ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കും. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ അവരെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും കേൾക്കാനില്ല. സോ അവർ പോയി അവരുടെ ഒരു സന്തോഷം അനുഭവിച്ചിരിക്കുന്നത് ഈ ലഹരി പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും. അല്ലെങ്കിൽ വീഡിയോ മൊബൈലിൽ ചില ഗെയിമുകളായിരിക്കും, അല്ലെങ്കിൽ ചില വീഡിയോകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിന് അനുസൃതമല്ലാത്ത ചില വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിലേക്ക് പോകുന്നു, അവർക്കൊരു സന്തോഷം കിട്ടുന്നു, അവരങ്ങ് മാറിപ്പോകുന്നു. പിന്നീട് അവർ സൊസൈറ്റിയുടെ മുഖ്യധാരയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ആ പിൻവാങ്ങുന്ന ഇവരാണ് പലപ്പോഴും ഈ ആൻറ്റി സോഷ്യൽ നേച്ചറുകളുമായിട്ട് തിരിച്ചു വരുന്നത്. കാരണം അവർക്ക് ആ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സന്തോഷം കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞു പിന്നീട് അതൊരു ക്രൂരതാ മനോഭാവത്തിലേക്ക്. കാരണം അവർക്ക് കിട്ടേണ്ട സ്നേഹമോ വാത്സല്യമോ അവരെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയോ ചെയ്യാതിരുന്നത് മൂലം അവർക്ക് നഷ്ടപ്പെട്ട നമ്മൾ ചിലപ്പോൾ ഓർക്കും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളെന്ന് ഓർക്കും. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കില്ല, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചും ഈ സാഹചര്യങ്ങളിലൂടെ പോയും ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ അത് ഈ സെൽഫ് ക്രൈ എന്ന് പറയുന്നൊരു കാര്യം ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്.
അതിന് ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന വേദനയ്ക്ക് ശക്തിയുണ്ട്. ചില വേദനകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഊർജം സംഭരിച്ച് ചെയ്യാനായിട്ടൊക്കെ പറയുന്നത് അവരാ ടോപ്പിലെത്തും. എന്തുകൊണ്ടാണ്? വേദനയുടെ ശക്തിയാണ്. അപ്പം അവരെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കാനായിട്ടുള്ള ചില പോംവഴികളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, കുടുംബങ്ങളിൽ സ്വസ്ഥതാപൂർണമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് അവർ ഒരു വലിയ വിപത്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, മക്കളെക്കുറിച്ചുള്ള ഒരു വിപത്ത്. അതുപോലെ തന്നെ മക്കളും ഓർക്കേണ്ട ഒരു കാര്യം, ഗാർഹികമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ ഓർക്കുമ്പോഴും അവർ പോകുന്ന സമൂഹം അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന സമൂഹം, അവിടെയാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനും ഒരു സാമ്പത്തികമായിട്ടുള്ള റെമ്യൂണറേഷനോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തിന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അത് ഓരോരുത്തരും അത് ഏറ്റെടുക്കേണ്ട, ടീച്ചേഴ്സ് അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവർ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന കുഞ്ഞുങ്ങളെയോ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് തുറന്നൊരു മനസ്ഥിതി ടീച്ചേഴ്സിനുണ്ടാവണം, നമ്മുടെ സ്കൂൾ സ്ഥാപനങ്ങൾക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, മതാത്മകതകളിൽ അത് ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ഗാർഹിക പ്രശ്നങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതല്ല, പക്ഷേ സൊസൈറ്റിയെ, നെക്സ്റ്റ് ജനറേഷനെ ബാധിക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ മനസ്സിലാക്കാനായിട്ട്, അഡോളസൻസിനെ, കൗമാരപ്രായക്കാരെ മനസ്സിലാക്കാനായിട്ട്, അല്ലെ മുതിർന്നവരെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ചർച്ചാവേദികൾ ഒത്തിരിയേറെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ ഇതെല്ലാം പുതിയൊരു അനുഭവത്തിലേക്കും ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് ദൈവം ഉപകരിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ അസൂയയെയും മാത്സര്യത്തെയും പല ഡിസോർഡറുകളെയും എല്ലാം ഓർഡറാക്കി തീർക്കും. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. സിസ്റ്റർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളെ, അതും ഒരു പ്രശ്നമാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എന്ന് പേരൻസ് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ കേട്ട് ഞങ്ങളുടെ ലോൺലിനെസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ കുട്ടികൾക്ക് ഈ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരാതെ അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് വാലിഡേറ്റ് യുവർ ഫീലിങ്സ് ആൻഡ് വാലിഡേറ്റ് അതേഴ്സ് ഫീലിങ്സ് എന്ന് പറയുന്നത്. അതായത് സൈക്കോളജിയിലെ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ സൈക്കോളജിയിലെ വലിയൊരു ആപ്തവാക്യം തന്നെയാണ് എംപത്തറ്റിക് അപ്രോച്ച്. അതായത് സഹാനുഭൂതിയോടുകൂടി, ദയയോടുകൂടി മറ്റുള്ളവരെ കേൾക്കുവാനും സഹായിക്കുവാനും സാധിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാമും മറ്റുള്ളവരെ വളരെ ദയയോടുകൂടി കേൾക്കുവാനും അതോടൊപ്പം അവർക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ദൈവം നമുക്ക് നൽകിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹോപ്പ്ഫുള്ളി, അതായത് പ്രതീക്ഷയോടെ ജീവിക്കാം എന്നൊരു ഉറപ്പാണ് ഞങ്ങൾക്കും തരാനുള്ളത്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ആൽവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.